സുഹൃത്തുക്കളെ നമ്മളിന്ന് ജൈവവളം ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൃഷിയിടത്തിലേക്ക് ഇപ്പോൾ വരുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ പച്ചക്കറി പയർ നട്ടിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. ഇതിലേക്ക് വേണ്ട ഇനി ജൈവവളം ഉണ്ടാക്കുന്നൊരു ജൈവ സ്ലറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ആദ്യം ഇതിലേക്ക് ചേർക്കുന്നത് പച്ച ചാണകം, പിന്നെ ചീമക്കൊന്ന ചപ്പ്, അതുപോലെ ഇങ്ങനെ ചട്ടി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നമ്മൾ വേപ്പ പിണ്ണാക്ക്, എല്ലുപൊടി, പിന്നെ കടലപ്പിണ്ണാക്ക്, ശർക്കര ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുണ്ടാക്കുന്ന ഒരു സ്ലറി ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് നമ്മളെ പച്ചക്കറിയിലേക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നല്ല ഗ്രോത്ത് ആയിട്ടുള്ള ചെടികൾ നമുക്കുണ്ടാവും, ഉത്പാദിപ്പിക്കാൻ നമുക്ക് കഴിയും. അതാണ് നമ്മളെ ജൈവ സ്ലറി ഉണ്ടാക്കുന്ന. അത് പിണ്ണാക്കിട്ട് കാണിച്ചല്ലോ, അത് കാണിച്ചല്ലോ. ഇത് പിന്നെ വേപ്പമണ്ണാക്കാണ്. ഇതിലേക്ക് നമ്മൾ 5 കിലോ വേപ്പമണ്ണാക്ക് ചേർത്തുകൊണ്ട് നമ്മളിത് ഡൈല്യൂട്ട് ചെയ്യാൻ പോകും. ഇത് ചെയ്യും ഒരാഴ്ച കഴിഞ്ഞിട്ട് വേപ്പമണ്ണാക്ക് അതുപോലെ എല്ലുപൊടി ചേർത്തിട്ട് നമ്മൾ മിക്സാക്കിയിട്ട് എല്ലാം കൂടി ഒരാഴ്ച നമ്മളിങ്ങനെ ഇടും, കുളിപ്പിക്കാൻ വേണ്ടി വെക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ നല്ല എല്ലുപൊടി ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു 10 ബാരലിലേക്ക് കണക്കായിട്ടുള്ള സ്ലറിയാണ്. 10 ബാരലിലേക്ക് എല്ലാം കൂടി ഒരു 1000 ചോട് പയറിലേക്ക് ഒഴിക്കാൻ പറ്റുന്ന സ്ലറിയാണ് ഉണ്ടാക്കുന്നത്. വെള്ളം കിട്ടും. വെള്ളം ഇതിലേക്ക് വേണ്ടത് പച്ചച്ചാണകം വെച്ചുകൊണ്ട് ടെമ്പറ തെക്ക് വെള്ളം മിസ്സാക്കുന്ന മാത്രമേ. ഇപ്പം മിസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാ ദിവസവും 7 ദിവസത്തേക്ക് നമ്മൾ എല്ലാ ദിവസവും ഒരു ദിവസം ഒരു നേരം എന്നിട്ട് എന്താക്കണം, ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് ഇതെല്ലാം കൂടി മിസ്സായിട്ട് എല്ലാ ദിവസവും വന്നിട്ട് 5-6 ദിവസം നമ്മളിത് ഇളക്കി കൊടുക്കും. അതിന് ശേഷം നമ്മളൊരു ബാരലിലേക്ക് ഇത്ര കണക്കാക്കിയിട്ട് വെള്ളം ചേർക്കുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ സ്ലറി എടുത്തിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ ഇത് ചെയ്യും. അങ്ങനെ നല്ലൊരു ചെടികൾക്ക് നല്ല ഗ്രോത്ത് നമ്മൾ ഇതുവരെ ചെയ്താൽ ഏറ്റവും നല്ല പുറത്തുനിന്ന് വാങ്ങുന്ന വളത്തിനും കൂടുതൽ നമുക്ക് ചെടികൾക്ക് ഗ്രോത്ത് കിട്ടുന്നതിന് വളമാണ് ഒരു കാര്യം എല്ലാത്തിലും കയറുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 2-3 ദിവസം മുന്നേ പാകിയ ചീരകളാണ്. ഇപ്പോൾ ഈ ചീരകളൊക്കെ മുളച്ച് വരുമ്പോൾ തന്നെ നമ്മളെ സ്ലറി ഈ ജൈവവളം നമ്മൾ ഉണ്ടാക്കണം. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി നല്ല ചെടികളായിട്ട് വരും. കുറച്ച് അപ്പുറത്ത് അതിൻ്റെ മുന്നായിട്ടിട്ട ചീരകൾ അപ്പുറത്തുണ്ട്. നമ്മൾ വിളവെടുത്ത് തുടങ്ങിയ അതുകൂടി കാണിച്ചു കൊടുക്കും. നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് അതിൽ ഒരു സാധാ പച്ച ചീര, അപ്പുറത്ത് ചുവന്ന ചീര. നമ്മൾ 2 തരം ചീരകൾ, 2-3 തരം ഐറ്റംസ് ചീരകളാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇത് സാധാ പച്ച ചീര, അതുപോലെ സാധാ ചുവന്ന ചീര. പുതിയതായിട്ട് അപ്പുറത്ത് ഇട്ടിട്ടുള്ളത് പ്ലാത്താങ്കര എന്ന് പറഞ്ഞ തൈയാണ് ഇട്ടിട്ടുള്ളത്. അത് ഏകദേശം ചെടികളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്നുകൂടി കാണിച്ചു തരുന്നതാണ്. ബാക്കിയുള്ള വിളവെടുക്കാനായ തക്കാളികളാണ്. സുഹൃത്തുക്കളായിട്ട് നമ്മളെ വാഴ വെച്ചതാണ്. 3 മാസത്തോളമായി നമ്മൾ ഈ വാഴക്കൃഷി തുടങ്ങിയിട്ട് വാഴ വെച്ചിട്ട് ഇതിലിപ്പോൾ 2 വളം നമ്മൾ കുറച്ചത് ഇംഗ്ലീഷ് വളം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വളം വാങ്ങി ഒരു ഹോമിയോ മരുന്ന് വാങ്ങി ഒഴിച്ചു കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ആഴ്ചയിൽ അടുത്താഴ്ചയിൽ നമ്മളെന്താക്കും വളങ്ങൾ ചെയ്യും.